ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. സാധാരണ മനുഷ്യരിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഈഗോയിസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈഗോയിസം എന്നാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഈഗോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന ഭാവത്തെയാണ് നമ്മൾ ഈഗോയിസം എന്ന് പറയുന്നത്. ഞാനെന്ന ഭാവം, അതായത് എനിക്ക് ഞാൻ തന്നെ മതി, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താൽ മതി, മറ്റുള്ളവരുടെ ഹെൽപ്പ് എനിക്ക് വേണ്ട, മറ്റുള്ളവരിൽ നിന്നും യാതൊരു ഹെൽപ്പും കൈപ്പറ്റാൻ ഞാൻ തയ്യാറല്ല, എൻ്റെ വിൽ പവറും എൻ്റെ ഹെൽത്തും കൊണ്ട്, എൻ്റെ മനസ്സുകൊണ്ട് ഞാനെല്ലാം നേടിയെടുക്കും, എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട എന്നുള്ള ഭാവത്തെയാണ് ഈഗോയിസം എന്ന് പറയുന്നത്. പക്ഷേ ഈഗോയിസം രണ്ട് വിധത്തിലുണ്ട്. ഹെൽത്തി ഈഗോയിസവും ഉണ്ട്, അൺഹെൽത്തി ഈഗോയിസവും ഉണ്ട്. ഹെൽത്തി ഈഗോയിസത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത്. ഹെൽത്തി ഈഗോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈഗോയിസം, അതായത് മനുഷ്യരിൽ ചീത്ത ഈഗോയിസവും ഉണ്ട്, നല്ല ഈഗോയിസവും ഉണ്ട്. അപ്പം ഞാനെന്ന ഭാവം രണ്ടു തരത്തിൽ മനുഷ്യരിലുണ്ട്. ഹെൽത്തി ഈഗോയിസം എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നമ്മൾക്ക് ഫിയർനെസ് മാറിക്കിട്ടും, എല്ലാത്തിനോടുള്ള ഭയം നമുക്ക് മാറിക്കിട്ടും, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. അതോടൊപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാനുള്ള ഒരു കഴിവ് ഹെൽത്തി ഈഗോയിസത്തോടു കൂടി നമ്മൾക്ക് ലഭിക്കും. അതുപോലെ ഏത് കാര്യങ്ങളെയും ഓവർകം ചെയ്യാനായിട്ട്, ഏത് സ്ട്രഗ്ലിംഗ് പോയിന്റിനെയും ഓവർകം ചെയ്യാനായിട്ട് ഹെൽത്തി ഈഗോയിസം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഹെൽത്തി ഈഗോയിസത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മളിലുള്ള ഇംപ്രൂവ്മെന്റ് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ സ്വയം ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് അൺഹെൽത്തി ഈഗോയിസമാണ്. എന്താണ് അൺഹെൽത്തി ഈഗോയിസം എന്ന് വെച്ചാൽ? അൺഹെൽത്തി ഈഗോയിസം എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെ കാണുന്ന വളരെ മോശമായിട്ടൊരു ഈഗോ ആണ് അൺഹെൽത്തി ഈഗോയിസം. അതായത് ഞാനെന്ന ഭാവം കൂടുതലാവുക, അത് മനുഷ്യരെ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കും, കരിയറിനെ ബാധിക്കും, ഫാമിലി ലൈഫിനെ ബാധിക്കും. അതായത് രണ്ടുപേർ തമ്മിൽ നോൺ കോണ്ടാക്റ്റിംഗ് സിറ്റുവേഷൻ ഇരിക്കുകയാണെന്നിരിക്കട്ടെ, സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, പരസ്പരം കാണുന്നില്ല, അവർ തമ്മിൽ അകന്നിരിക്കുകയാണ്. അപ്പോൾ ഈ എതിർഭാഗത്തുള്ള ആളും ചിന്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. അതായത് പരസ്പരം സംസാരിക്കട്ടെ എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഈഗോ ഇല്ലാതെയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഫസ്റ്റ്ലി, ഒന്നാമത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഒരു വലിയ ആളല്ല, ഞാൻ ചെറിയ ആൾ തന്നെയാണ്. രണ്ടാമതായി നിങ്ങൾ സിംപ്ലിസിറ്റി സ്വീകരിക്കുക എന്നുള്ളതാണ്. എളിമയോടുകൂടി താഴ്മയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈഗോ മാറ്റിവെക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രകൃതിയെ കാണുക എന്നുള്ളതാണ്. പ്രകൃതിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാവുന്നതാണ്. പ്രകൃതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ യൂണിവേഴ്സ് പ്രകൃതിയെ നിർമ്മിച്ചിരിക്കുന്ന എന്ത് ഭംഗിയായിട്ടാണ്, അല്ലേ? അപ്പൊ ആ പ്രകൃതിയിലെ മനുഷ്യർ തന്നെയാണ് നമ്മളും. പരസ്പരം വഴക്കടിച്ചിട്ടോ പരസ്പരം ഈഗോ വിചാരിച്ചിട്ടോ കാര്യമില്ല. എല്ലാവരും ഒന്നാണ്, എല്ലാവരും സ്നേഹിക്കുകയാണ് വേണ്ടത് എന്ന രീതി നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പൊ പ്രകൃതിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രണ്ടുപേർ തമ്മിൽ വഴക്കടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ചെന്ന് അവരോട് ആദ്യം സംസാരിക്കാൻ തയ്യാറാവുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ അങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യുക. നിങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറാവരുത്. അവരെ നിങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നവരെ, അതായത് നിങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മാർഗം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ എന്താണ്? ആകർഷണ നിയമം എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു മാന്ത്രിക വിദ്യയല്ല. ലോ ഓഫ് അട്രാക്ഷൻ അത് ചെയ്താൽ യാതൊരു കുഴപ്പവുമില്ല. നമ്മളുടെ സ്നേഹവും നമ്മളുടെ കരുണയും നമ്മളുടെ കെയറിങ്, നമ്മളുടെ പ്രൊട്ടക്ഷൻ എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ചില വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങൾ ഒരുപക്ഷെ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ സ്വഭാവം കൊണ്ട് ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് വളരെ അകലെ പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ച സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം കൊണ്ട് തീർച്ചയായിട്ടും അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയും. ഒരു പ്രാവശ്യം നടന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിനെ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വലയം ഫോളോ ചെയ്യുക. അൺഹെൽത്തി ഈഗോയിസം ഒരിക്കലും ഫോളോ ചെയ്യരുത്. ആളുകൾ നിങ്ങളെ വെറുക്കും. നിങ്ങളുടെ ലൈഫ്, സ്നേഹബന്ധങ്ങൾ ശിഥിലമായി പോകും. നിങ്ങൾക്ക് ആരോടെങ്കിലും ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറ്റുക. അവരോട് നല്ലവണ്ണം സ്നേഹത്തോടുകൂടി സംസാരിക്കുക, കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്.
എൻ്റെ ശബ്ദം കുറച്ച് മോശമാണ്. എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. പനി ആയതുകൊണ്ടാണ് കേട്ടോ. ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ഓക്കെ, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക്. എനിക്കിപ്പോൾ വ്യൂവേഴ്സ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് കമൻസുകൾ ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് അല്പം സന്തോഷമുണ്ട്. പിന്നെ ചില ആളുകൾ ഇടുന്ന കമൻറ്റുകൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കമൻറ്റുകളുടെ അർത്ഥം നെക്സ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ തന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്ക് ഒരാൾ കമൻ്റ് ഇട്ടു, മൈ ഡിയർ കൊക്ക് എന്നാണ് അയാൾ ഇട്ടത്. അതെന്താണെന്ന് എത്ര എനിക്ക് മനസ്സിലാകുന്നില്ല. മൈ ഡിയർ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മൈ ഡിയർ ഓക്കെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മൈ ഡിയർ കൊക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അതിൻ്റെ മീനിങ്ങും കൂടി ഒന്ന് സിമ്പിളായിട്ട് അവതരിപ്പിക്കുക കേട്ടോ. ഏതായാലും എനിക്ക് കമൻറ്റ് ചെയ്ത ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കമൻറ്റുകളാണ് എല്ലാവരും അയക്കുന്നത്. ഒരു ചീത്ത കമൻ്റ് ഒന്നും തന്നെയില്ല. അപ്പോൾ വീണ്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.